കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ നിധി ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവിടെ ടെൻഷനോടെ ഇരിക്കുക. നിധി അവന്റെ അരികിലേക്ക് ചെന്ന്, സുധീഷേ, നമുക്ക് ഇന്ന് വൈകുന്നേരം അഡ്വക്കേറ്റിനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുക. സുധീഷ് മമ്പരപ്പോടെ, ഇന്നോ എന്ന് ചോദിക്കേ. അതെ എന്ന് നിധിയും. അത്ര അർജൻസിയുള്ള കാര്യമാണോ നിധി എന്ന് അവൻ ചോദിക്കേ. എന്തെങ്കിലും പറഞ്ഞ് അത് നീട്ടിവെക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ എന്ന് നിധിയും. അത് നമ്മൾ മാത്രം വിചാരിച്ച പറ്റില്ലല്ലോ, ഞാനേ അഡ്വക്കേറ്റിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞവൻ തന്റെ മൊബൈൽ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതൊന്നും വേണ്ട, അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നമ്മൾ ആദ്യം കണ്ട വക്കീലിനെയല്ല വേറൊരു വക്കീലിനെ എന്ന് നിധിയും. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് എന്നോട് പറയുന്നതല്ലേ, നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചതാണോ എന്ന് അവൻ ചോദിക്കേ. അതെ, ഫോണിൽ വിളിച്ച് വൈകിട്ടത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, ഓഫീസ് വിട്ട് വരുന്ന വഴി കാണാമെന്ന് നിധി പറയുമ്പോഴേക്കും കോളേജിൽ പോവാൻ റെഡിയായി അങ്ങോട്ട് വന്ന നികേഷും, എന്താ എടുത്തി, സുധീഷ് ഏട്ടനുമായി ഒരു രഹസ്യം പറച്ചില്ലേ എന്ന് ചോദിക്കേ. പറയാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി സുഭാഷ് ഏട്ടന്ന് നീട്ടി വിളിക്കുക. വിളികേട്ട് സുഭാഷും അങ്ങോട്ടെത്തുമ്പോഴേക്കും ഹരീഷ് എവിടെയെന്ന് അവൾ ചോദിക്കുക. സുഭാഷ് ഏട്ടൻ വിളിക്കുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് വരുന്നുണ്ട്. നിധി എന്തോ പറയാൻ വിളിച്ചതാണെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. എന്താ എടുത്തിന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഞാനും സുധീഷും ഇന്നൊരു വക്കീലിനെ കാണാൻ പോകുന്നുണ്ട് എന്ന് നിധി പറയേ. എന്താ കാര്യമെന്ന് സുഭാഷ് ഏട്ടനും. മുൻപേ പറഞ്ഞിട്ടുള്ളത് തന്നെയാ, നടന്നതൊരു കല്യാണമല്ലെന്ന് എനിക്കും സുധീഷിനും അറിയാം, പക്ഷേ രേഖയിൽ അബദ്ധത്തിൽ ഭാര്യയും ഭർത്താവും ആയിപ്പോയി, ആ കുരുക്കിന്ന് പുറത്തു വന്നല്ലേ പറ്റൂ, ലീഗലി അത് ചെയ്യണ്ടേ, അതിനാണെന്ന് നിധിയും. അല്ല ഏടത്തി അത് എന്ന് ഹരീഷ് എന്തോ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്താ ഹരീഷ് എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ലെന്ന് ഹരീഷും. മോളെ ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. വേണം സുഭാഷ് ഏട്ടാ, ഇപ്പൊ തന്നെ വൈകി, ഒരു ബൊമ്മ കല്യാണം പോലെ നടന്ന ഒന്നാ, അത് ലീഗലി രജിസ്റ്റർ ആവുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല, എത്രയും വേഗം അതി നൂരിപ്പോരണം എന്ന് സുഭാഷ് ഏട്ടനോടായി പറഞ്ഞവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആകെ വല്ലായ്മയോടെ നിൽക്കുന്ന നികേഷിനെ കണ്ട, നികേഷേ നീ എന്താ ഒരുമാതിരി നിൽക്കുന്നേ എന്നവൾ ചോദിക്കുന്നുണ്ട്. നികേഷ് ഒന്നും പറയാതെ ടെൻഷനോടെ അവളെ നോക്കുമ്പോഴേക്കും എന്താ പ്രശ്നം എന്നവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും, അവനെന്ത് പ്രശ്നം, ഡിവോഴ്സ് വേണമെങ്കിൽ വാങ്ങിക്കോ, ഏട്ടത്തി പോവാതിരുന്നാ മതി എന്നാവും അവന്റെ സ്റ്റാൻഡ് എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പിറുപിറുക്കുകയാ സുധീഷും. എന്താടാ എന്നവൾ വീണ്ടും ചോദിക്കേ. അല്ല അത് കഴിഞ്ഞ ഏട്ടത്തി ഇവിടുന്ന് എന്ന് നികേഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും അതാണ് എന്റെ ജീവിതം കട്ടപ്പുകയായാലും വേണ്ടില്ല, ഏടത്തി വേണം നിന്നെയൊക്കെ എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പറയുന്നുണ്ട് സുധീഷും. ഇവിടുന്ന് പോവാതിരിക്കണമെങ്കിൽ ഡിവോഴ്സ് വേണം നികേഷേ, അല്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും എന്ന് നിധി പറയെ വിഷമത്തോടെ. അല്ല മോളെ അത് എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും അതാണ് ശരി സുഭാഷ് ഏട്ടാ, ഞങ്ങൾ ഇന്ന് തന്നെ പോയി കണ്ടുവരാം എന്ന് സുഭാഷ് ഏട്ടനോടായി പറഞ്ഞ്. സുധീഷേ പോവാലല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. പോവാമെന്ന് അവനും സമ്മതിക്കെ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം, സുധീഷ് നേരെ വക്കീൽ ഓഫീസിലേക്ക് വന്നാ മതി എന്ന് നിധി പറയേ. ശരി എന്ന് സുധീഷും സമ്മതിക്കുക. അപ്പൊ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് നിധി പോവാൻ തുടങ്ങുമ്പോഴേക്കും മോളെ ഒരു മിനിറ്റ് ലഞ്ച് ബോക്സ് തരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോയി നിധിയുടെയും നികേഷിന്റെയും ലഞ്ച് ബോക്സ് കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. ഹരീഷ് റൂമിലേക്കും സുഭാഷ് ഏട്ടൻ പിന്നമ്പുറത്തേക്കും പോകുമ്പോഴേക്കും സുധീഷ് ആകെ ടെൻഷനോടെ അവിടെ തന്നെ ഇരിപ്പാ. പിന്നീട് മുറ്റത്ത് തുണി അലക്കി വിരിച്ചിടുകയായിരുന്നു സുഭാഷ് ഏട്ടൻ. അങ്ങോട്ട് വന്ന സുധീഷിനോടായി, സുധീഷേ എന്താടായി കേൾക്കുന്നേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എന്ത് എന്ന് സുധീഷും. നിധി ഡിവോഴ്സ് വേണമെന്നൊക്കെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എന്താ ഷോക്കായോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അത് ആദ്യത്തെ തവണ കേൾക്കുമ്പോഴല്ലേ, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോ അങ്ങനെയൊന്നും തോന്നാറില്ല. അല്ല ഞാൻ ഈ കാര്യം സുഭാഷ് ഏട്ടന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് വക്കീലിനെ കാണാൻ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് സുഭാഷ് പറയേ. ഡിവോഴ്സ് വേണമെങ്കിൽ അഡ്വക്കേറ്റിനെ കണ്ടല്ലേ പറ്റൂ, അതോ ഇനി അഡ്വക്കേറ്റ് ഇല്ലാതെ ഡിവോഴ്സ് വാങ്ങി തരാൻ സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന ഹരീഷും, സുധീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടനോട് ചൂടാവുന്നത്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കണതല്ലേ എന്ന് ഹരീഷും. ഓ പിന്നെ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകാണല്ലോ, എടാ എന്നോട് നിങ്ങൾക്കൊക്കെ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, നീ അതിന്റെ കണക്കെടുക്കാൻ നോക്കല്ലേ ഹരീഷ് എന്ന് സുധീഷ് പറയുന്നുണ്ട്. എടാ സുധീഷേ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ, സുഭാഷ് ഏട്ടൻ എന്നോട് എന്ത് സ്നേഹമാ ഉള്ളത് പറ സുഭാഷ് ഏട്ടാ, ഞാൻ നിങ്ങളുടെ അനിയനല്ലേ, അവൾ എന്നെ മനസ്സിലാക്കാത്തതിലും തിരിച്ചറിയാത്തതിലും എനിക്ക് എന്തുമാത്രം വേദനയുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ അറിയാലോ, എന്നിട്ടും ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം സുഭാഷ് ഏട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും, പിരിഞ്ഞിരിക്കല്ലെന്ന് പറഞ്ഞ് ചേർത്ത് വെക്കാൻ നിങ്ങളെന്താ സ്കൂൾ കുട്ടികളാണോ, എടോ നിങ്ങളുടെ പ്രശ്നം തന്നെ വേറെയാ, അതുവരെ ഇരിക്കാൻ ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല, സുധീഷ് ഏട്ടൻ തന്നെയായി ഈ വേലയുണ്ടാക്കിയത്, സുധീഷ് ഏട്ടനായിട്ട് തന്നെ ഇത് പരിഹരിക്കുകയും വേണം എന്നവൻ പറഞ്ഞു നിർത്തേ. ശരി ഞാനായിട്ട് തന്നെ പരിഹരിച്ചോളാം, നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട, എന്നെ പ്രതി നിങ്ങൾ ആരും വിഷമിക്കും വേണ്ട എന്ന് പരിഭവത്തോടെ സുധീഷ് പറയുകയാണ്. സുഭാഷും പറയുന്നുണ്ട്, സുധീഷേ നീയും നിധിയും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്,
പക്ഷേ അത് നിധിയോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ എന്ത് വേണമെന്ന് എനിക്കറിയില്ലെന്ന് സുഭാഷ് ഏട്ടനും. സുധീഷും ശരി അത് വിട്, ഡിവോഴ്സ് അല്ലേ, ഞാൻ കൊടുത്തോളാം. അവൾ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ തീരുമാനിച്ചതല്ലേ ഞാൻ. ഇനിയിപ്പോ ഡിവോഴ്സ് വേണമെങ്കിൽ അതും കൊടുക്കാം അല്ലേ. പക്ഷെ ഒന്നുണ്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കത് കോമഡിയായി തോന്നും. പക്ഷേ ഞാൻ സീരിയസാ. മ്യൂച്വൽ പെറ്റീഷനിൽ ഡിവോഴ്സ് കിട്ടാനായി 6 മാസമെങ്കിലും എടുക്കും. അതിനുള്ളിൽ ഞാൻ അവളെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചിരിക്കും. ഞാൻ തന്നെയാണ് ഭർത്താവായി വേണ്ടതെന്ന് അവൾ ഇങ്ങോട്ട് പറയും. അതിനുവേണ്ടി അവളെ ഫോഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ, ഒരു ഡ്രാമ നടത്താനും പോകുന്നില്ല. പക്ഷേ അവൾക്ക് എന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാവും. അവൾ എന്നെ കാണുന്നത് പോലെയല്ല ഞാൻ അവളെ കാണുന്നതെന്ന് അവൾക്ക് മനസ്സിലാവും. ദേ, നിങ്ങളതോർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എന്റെ കാര്യം ഞാൻ നടത്തിയെടുത്തോളാം എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാ. അവൻ പോകുന്നത് നോക്കി സുഭാഷും ഹരീഷിനോടായി പറയുന്നുണ്ട്, പാവമാടാവൻ, അവന്റെ ജീവിതം എന്താ ഇങ്ങനെയായി പോയതെന്ന്. ഏടത്തിയുടെ കാര്യത്തിൽ സ്നേഹവും സ്വന്തമാക്കണമെന്ന വാശി സുധീഷ് ഏട്ടനുണ്ടായി. പക്ഷേ സത്യമുണ്ടായിരുന്നില്ല. ശരിയാക്കിയെടുക്കുമെന്നുള്ള ഒരു വാശിയുണ്ടല്ലോ എപ്പോഴും. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഹരീഷും അവിടുന്ന് പോവുകയാ. പിന്നീട് ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ നീതു സംസാരിച്ചോണ്ടിരിക്കുക. ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോണെന്ന് പറഞ്ഞപ്പോ അമ്മ കട്ട ഉടക്ക്. ഇതുവരെ പഠിച്ചത് മതി അത്രേ, അഖിൽ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ എന്ന്. അവൻ +2 വെച്ച് നിർത്തി പഠിപ്പുഴപ്പിയതിനെ ഞാനെന്ത് വേണം? നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോയേ ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞപ്പോ അത്ര കഴിവുണ്ടെങ്കിൽ പോയി ചെയ്യാൻ. നീ ഒരു കാര്യം ചെയ്യ ഹരീഷേ, എനിക്ക് എന്തെങ്കിലും പണി ഇവിടെ താ. അപ്പോ ദിവസം കാണുകയും ചെയ്യാം, എനിക്ക് നീ തരുന്ന ശമ്പളം കൊണ്ട് പഠിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ എന്നവൾ ചോദിക്കേ. ഹരീഷ് ഒന്നും മിണ്ടാതെ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുക. അവനെ തട്ടി വിളിച്ച്, ഹരീഷ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് നീതു ചോദിക്കേ. നീ എന്താ പറഞ്ഞേ എന്ന് ഹരീഷും. ബെസ്റ്റ്, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ലല്ലോ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. എടി, ഞാൻ അങ്ങനെ എപ്പോഴും ചിരിക്കാറുണ്ടോ എന്നവൻ പറയേ. അതും ശരിയാ, അല്ല എന്തോ വലിയ ആലോചനയിലാണല്ലോ. എന്താ വിഷയമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടി വന്ന് എന്നും സംസാരിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണോ എന്നവൾ ചോദിക്കേ. ഏയ് എന്ന് ഹരീഷും. അല്ലേ പിന്നെ എന്നവൾ ചോദിക്കേ. ഞാൻ വീടിനെ പറ്റി ആലോചിച്ചതായിരുന്നു എന്നവൻ ടെൻഷനോടെ പറയേ. വീടിനെ പറ്റി എന്താ ഇത്ര ആലോചിക്കാൻ, അവിടെ തന്നെയല്ലേ വരുന്നെന്ന് നീതുവും. സുധീഷ് ഏട്ടനെ പറ്റിയാ എന്ന് ഹരീഷ് പറയേ. അയാൾക്ക് എന്തു പറ്റിയെന്ന് നീതുവും. ഏയ് ഒന്നുമില്ല, വിട്ടേക്കെന്ന് ഹരീഷ് പറയേ. പറ ഹരീഷേ എന്ന് നീതുവും. ഒന്നുമില്ലടി. നീ എന്താ പറഞ്ഞേ എന്നവൻ ചോദിക്കുന്നുണ്ട്. ആദ്യം സുധീഷ് ഏട്ടന്റെ കാര്യം പറ, ഞാൻ എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വന്ന് പറയാറുണ്ടല്ലോ. നീ എന്താ എന്നോടൊന്നും പറയാത്തേന്ന് നീതു ചോദിക്കേ. മനഃപൂർവ്വം പറയാത്തതൊന്നുമല്ല എന്ന് ഹരീഷും. എന്നാ പിന്നെ പറഞ്ഞൂടെ എന്ന് നീതുവും. സുധീഷ് ഏട്ടന്റെ ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിനൊരു സുഖമില്ല, അതാ എന്നവൻ ടെൻഷനോടെ പറയേ. ആൾക്കെന്ത് പറ്റി? ആള് മാസല്ലേ, ഒരു കുട്ടിയെ സ്നേഹിച്ച് കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയല്ലേ. അതിലും വലിയ മാസ് എന്താ? സന്തോഷിക്കാതെ വിഷമിക്കുന്നത് എന്തിനാ എന്നവൾ ചോദിക്കേ. അവരൊരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ സന്തോഷിക്കാമായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ എന്ന് ഹരീഷും. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്നില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷേ രണ്ടുപേരും സെറ്റ് ആവണില്ലെന്ന് ഹരീഷ് പറയേ. സെറ്റ് ആവാതിരിക്കാൻ കാരണം വേണ്ടേ? ഈ ലവ് മാരേജ് എങ്ങനെയാ സെറ്റ് ആവാണ്ടിരിക്കുന്നേ എന്ന് നീതുവും. എടി, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ വന്ന് ജീവിക്കാൻ പോകുന്ന വീടല്ലേ, അവിടുത്തെ പ്രശ്നങ്ങൾ എനിക്കും അറിയണ്ടേ. എന്താ അവരുടെ പ്രശ്നം എന്ന് പറയുന്ന നീതു. അറിയില്ല, പക്ഷെ എപ്പോഴും രണ്ടുപേരും തമ്മിൽ അടിയാ എന്നവൻ പറയേ. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നേ. നല്ല അടി ഉണ്ടാക്കുന്നവരാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ശരി അത് വിട്, ഇപ്പോഴെന്താ വേണ്ടേ എന്ന് നീതു ചോദിക്കേ. അവര് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് ഹരീഷും. ഞാൻ അതിനൊന്ന് 2 ഐഡിയ പറഞ്ഞു തരട്ടെ എന്ന് നീതു ചോദിക്കേ. എന്ത് ഐഡിയ എന്ന് ഹരീഷും. ഏട്ടത്തിയോട് അടിയുണ്ടാക്കി വീട്ടിലോട്ട് പോവാൻ പറ. മിസ് അടിച്ച നാക്കായി. സുധീഷ് ഏട്ടൻ ഓക്കെ ആവുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. നിധിക്ക് പോസസീവ്നെസ് തോന്നുന്ന പോലെ സുധീഷ് ഏട്ടനോട് ആരെങ്കിലും ട്യൂൺ ചെയ്യുന്ന പോലെ അഭിനയിക്കാൻ പറ. അത് ഉറപ്പായും വർക്കൗട്ട് ആവുമെന്ന് നീതു പറയേ. അയ്യോ മതി നിർത്ത്, ഞാനൊന്നും ചോദിച്ചിട്ടില്ല പോരെ, ഈ ടോപ്പിക് അങ്ങ് വിട്ടേക്ക്. അവരായി അവരുടെ പാടായി. അല്ല അന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്തായി വീട്ടില് എന്നവൻ ചോദിക്കേ. അയ്യോ ശരിക്കും ഭൂകമ്പം, ടമാർ പടാർ, പൊട്ടലും ചീറ്റലുമായിരുന്നു കുറച്ചു നേരത്തേക്ക് എന്നവൾ പറയേ. അല്ല തല്ലിയോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. തല്ലിയ ഞാൻ വിഷം കുടിക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് തല്ലിയില്ല എന്നവൾ പറയേ. നീ അപ്പോ വീട്ടിൽ പറഞ്ഞാ കേക്കില്ല അല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. വേറെ എന്ത് പറഞ്ഞാലും കേൾക്കും, നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുക. ഇങ്ങനെ എനിക്ക് വേണ്ടി എല്ലാവരുമായി വഴക്കുണ്ടാക്കാൻ മാത്രം എനിക്കെന്ത് മണ്ണാങ്കട്ടയുള്ളത് എന്നവനും ചോദിക്കുക. സത്യം ഞാൻ അതും ആലോചിച്ചു, പക്ഷേ എനിക്കും ഉത്തരം കിട്ടിയില്ല. ഒരു കണക്കിന് തല്ല ഭേദം. ചീത്ത എന്ന് പറഞ്ഞ ആൾ ഓരോരുത്തരും ഊഴമിട്ട് ചീത്ത വിളിക്കുക. അമ്മയുടെ വക, അച്ഛന്റെ വക, ദൈവോ അഖിലും വന്നിട്ടുണ്ട്, അവന്റെ വകയും തുടങ്ങി എന്നവൾ പറയേ. ചേട്ടനോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ചോട്ടൻ തന്നെ എന്നവൾ പറയേ. ആള് വേറെ എവിടെ ആയിരുന്നില്ലേ എന്ന് ഹരീഷും ചോദിക്കുക. കുറച്ചു നാളെന്തോ ഫാബ്രിക്കേഷൻ പണി എന്നൊക്കെ പറഞ്ഞു പോയതാ, ഇപ്പൊ അതും അവസാനിപ്പിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്, വേസ്റ്റ് എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴാണ് അതുവഴി സ്കൂട്ടിയിൽ പോകുന്ന അഖിൽ അവരെ കാണുന്നത്. അവൻ സ്കൂട്ടി നിർത്തി ഒരു നിമിഷം ദേഷ്യത്തോടെ അവരെ നോക്കി നിന്ന് വണ്ടി ഓടിച്ചു പോകും.
പോവുകയാണ്. വീട്ടിലെത്തുന്നവൻ സ്കൂട്ടി നിർത്തി ദേഷ്യത്തോടെ അകത്തേക്ക് കയറുമ്പോഴേക്കും ഹാളിലെ കസേരയിൽ കിടന്ന് മയങ്ങുകയായിരുന്നു അവന്റെ അച്ഛൻ. ദേഷ്യത്തോടെ അവനൊരു കസേര തട്ടി തെറിപ്പിക്കുമ്പോഴേക്കും അമ്മയും അങ്ങോട്ട് വന്ന് എന്തോന്നാടാ കസേര തട്ടി തെറിപ്പിക്കുന്നത്, കാലൊടിഞ്ഞാ നീ വാങ്ങിത്തരോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനും ദേഷ്യത്തോടെ അമ്മയുടെ ഭർത്താവ് എന്താ രാത്രി മുഴുവൻ സെക്യൂരിറ്റി പണിക്ക് പോകുന്നുണ്ടോ, ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങാനെന്ന് അവനും ചോദിക്കുക. എടാ രാവിലെ ഓട്ടം പോയി വന്ന് കിടന്നേയുള്ളൂ എന്നമ്മ പറയെ, കിടക്കട്ടെ മതി വരുവോളം കിടന്നുറങ്ങട്ടെ, നിങ്ങളുടെ മോളെ നാട് മുഴുവൻ തെണ്ടി നടക്കുന്നുണ്ട് എന്നവൻ പറയുമ്പോഴേക്കും അച്ഛനും ദേഷ്യത്തോടെ എഴുന്നേറ്റ് എന്താടാ കിടന്ന് വാ പൊളിക്കുന്നത്, മനുഷ്യന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുക. നിങ്ങൾ ഇവിടെ ഇങ്ങനെ തിന്നും ഉറങ്ങി കിടക്ക് എന്നവൻ ദേഷ്യത്തോടെ പറയെ, നിർത്തടാ, അങ്ങേര് ഉണ്ടോ ഉറങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിലേ അന്തസ്സായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാ, നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ കഴിയുന്നത് എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അവനും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഒരു കസേരയിൽ ചെന്നിരിപ്പാ. അമ്മയും അവന്റെ അരികിലേക്ക് ചെന്ന് എടാ ജോലി കഴിഞ്ഞു വരുന്ന ആൾക്ക് സ്വൈര്യം കൊടുക്കാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കെ, ഇവിടെ മറ്റുള്ളവർക്ക് സ്വൈര്യത്തോടെയും മാനത്തോടെയും ജീവിക്കണം എന്നവനും ഉച്ചത്തിൽ പറയുകയാ. അതിന് നീ എന്തിനാടാ കിടന്ന് ഒച്ചയെടുക്കുന്നത്, വിശക്കുന്നുണ്ടേൽ അത് പറ, ചോറെടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറി പോവുകയാണ്. ദേഷ്യത്തോടെ ഇരിക്കുന്ന അഖിലിനോടായി എന്താ നിന്റെ പ്രശ്നം എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ ഒരു ഇരിപ്പ് തന്നെയാ. അമ്മ അവന് ഒരു പ്ലേറ്റിൽ ചോറ് കൊണ്ടുവന്ന് കഴിക്കാനായി പറയുമ്പോഴേക്കും അവൻ ആ പ്ലേറ്റ് വാങ്ങിച്ച് ചോറ് കഴിക്കാനായി തുടങ്ങുക. അമ്മയും അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, ജോലി കഴിഞ്ഞു വരുന്നവർക്ക് മനസ്സമാധാനം വേണമെന്നോ, അതിന് നീ എന്ത് ജോലി കഴിഞ്ഞാ വന്നത്, ജോലി തേടിപ്പോയി കിട്ടാതെ തിരിച്ചു വന്നതിന്റെ മനസ്സമാധാനക്കേടല്ലേ നിനക്ക്, അതിനങ്ങനെ എന്തിനാ ശല്യപ്പെടുത്തുന്നത് എന്നമ്മ ദേഷ്യത്തോടെ ചോദിക്കാൻ തുടങ്ങിയോ, എന്നെ കുറിച്ചുള്ള കണക്കെടുപ്പും തുടങ്ങിയോ, നിങ്ങളുടെ മകള് നാട് മുഴുവൻ തെണ്ടി നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, ഞാൻ അത് നേരി കണ്ടിട്ടാ വരുന്നേ എന്നകിൽ പറയുമ്പോഴേക്കും നീതുവും സീറ്റ് ഔട്ടിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. ആ മെക്കാനിക്കൽ ഷോപ്പിലെ ചെറുക്കന്റെ കൂടെ കുഴഞ്ഞാടി ഇരിക്കുന്നുണ്ടായിരുന്നു അവള് എന്നവൻ പറയേ, എടാ ഞങ്ങൾ അവളോട് പറയാത്തതാണെന്നാണോ നിന്റെ വിചാരം, എത്ര തവണ പറഞ്ഞു കേൾക്കണ്ടേ അവള് എന്ന് അമ്മ പറയുന്നത് സിറ്റൗട്ടിൽ നിന്ന് നീതുവും ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ച് അങ്ങനെ നടന്നോട്ടെ എന്നാണോ, 4 എണ്ണം ചെകിട്ടത്ത് കൊടുത്താ ആരായാലും കേൾക്കും എന്നവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അത് കേട്ട ദേഷ്യത്തോടെ നീതുവും അകത്തേക്ക് കയറി പോവാൻ തുടങ്ങുകയാ. അവൾ പോകുന്നത് കണ്ട് അഖിലും നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് ആ വർക്ക്ഷോപ്പുകാരന്റെ അടുത്ത് എന്തായിരുന്നില്ല നിനക്ക് കാര്യം, അവൾക്കൊരാൾ സംസാരിക്കാൻ കണ്ടിരിക്കുന്നു എന്നവൻ ദേഷ്യത്തോടെ പറയെ, ഹരീഷിന് എന്താ കുറച്ചില്, അഖിലേട്ടനേക്കാളും എന്തുകൊണ്ടും ഭേദമാ എന്ന് നീതു പറയെ. അഖിലും കണ്ടില്ലേ അമ്മേ, പറഞ്ഞത് കേട്ടില്ലേ അവള് എന്നവനും ചോദിക്കുക. അമ്മയും അങ്ങോട്ട് വന്ന് നിന്നോട് ഇത് വേണ്ടെന്ന് എത്ര തവണ പറഞ്ഞതാടി, നിനക്കെന്താ സൂക്കേടെ, ഇനി വല്ല പ്രേമവുമാണോ, അങ്ങനെയാണെങ്കിൽ കൊള്ളാവുന്നൊരുത്തനെ പ്രേമിച്ചൂടെ, നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തണോ, നമ്മളോ പാതാളത്തിലാ കിടക്കുന്നത്, അതിലും താഴെ കിടക്കുന്നവനെ കൂട്ടുപിടിക്കാൻ പോകുന്നത് എന്തിനാ എന്നമ്മ ചോദിക്കേ. അപ്പോ ഞാൻ പ്രേമിക്കുന്നതിനല്ല പ്രശ്നം, ആള് ഹരീഷ് ആയതാ പ്രശ്നം അല്ലേ എന്ന് നീതുവും ചോദിക്കുക. അച്ഛനും അങ്ങോട്ട് എണീറ്റ് വന്ന് നിർത്ത്, അതല്ല പ്രശ്നം, അവനടക്കം ആ വീട്ടിലെ 5 ആണുങ്ങളുണ്ട്, ആരെങ്കിലും ഒരാളെ ഈ നാട്ടുകാർ മാനിക്കുന്നത് കണ്ടിട്ടുണ്ട്, പ്രേമമാണത്രേ പ്രേമം എന്ന് അച്ഛനും പറയുകയാ. ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്തതാണോ, ഈ കഴുതയ്ക്ക് വലതും മനസ്സിലാവണ്ടെന്ന് അമ്മയും പറയുകയാ. അങ്ങനെ ഒരുത്തനെ ഇഷ്ടമാണെന്ന് പറയാൻ നാണമില്ലടി നിനക്ക് എന്ന് അഖിൽ ചോദിക്കേ. ഇങ്ങനെ ഏതെങ്കിലും പെണ്ണ് എന്തെങ്കിലും പ്രേമിക്കുവാണെങ്കിൽ ഈ ചോദ്യം അവളോട് ചോദിച്ചേക്കെന്ന് നീതു. അഖിലും ദേഷ്യത്തോടെ ദേ നാവാടരുത്, അച്ഛൻ ഉപദേശിക്കുന്ന പോലെ ആവില്ല, ഇന്നത്തോടെ എല്ലാം നിർത്തിക്കോ, ഇനി ഒരു തവണ കൂടി അവന്റെ കൂടെ നിന്നെ ഞാൻ കണ്ടാ അടിച്ച് ഞാൻ പല്ല് കൊഴിക്കുമെന്ന് അഖിലും. ആണോ എന്നാ അടിക്ക്, ഞാൻ കാണട്ടെ, അടിക്കടാ എന്ന് നീതു പറയുമ്പോഴേക്കും അഖിൽ അവളുടെ മുഖം അടച്ചൊന്ന് കൊടുക്കുക. ആ അടിയിൽ നിലത്തേക്ക് വീണുപോയ നീതുവും പെട്ടെന്ന് ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് എടാ എന്ന് വിളിച്ച് അവന്റെ നേരെ ചെല്ലുമ്പോഴേക്കും അച്ഛൻ ഇടപെട്ട് നിർത്താൻ എന്ന് പറയെ അടങ്ങി നിൽക്കുന്നുണ്ട് രണ്ടുപേരും. കൂടെ പിറന്ന ആൺപിറപ്പിനെ തല്ലുന്നോടി നശൂലമേ എന്നമ്മ ദേഷ്യത്തോടെ ചോദിക്കേ. കൂടെ പിറന്ന പെൺപിറപ്പിനെ തല്ലാനുള്ള അവകാശം അവനുണ്ടല്ലേ എന്ന് നീതുവും ചോദിക്കുക. എന്തൊരു ജന്മടി നിന്നെപ്പറ്റി എന്നെ പറഞ്ഞ മതിയല്ലോ എന്നമ്മ പറയേ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ പറ്റത്, അപ്പോ ആ വർത്താനം വേണ്ട, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാ, കുറെ കാലത്തിനു ശേഷം ഇപ്പോഴാ അവൻ എന്നോടും ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതാരെങ്കിലും മുടക്കാൻ നോക്കിയാ എന്ന് ദേഷ്യത്തോടെ നീതു പറഞ്ഞു നിർത്തേ. അത് ശരി, അപ്പൊ നീ അവനെ കെട്ടാനാണോ പ്ലാൻ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. എന്താ സംശയം, ഒരാളെ പ്രേമിക്കുന്നത് കെട്ടാൻ തന്നെയാ, അല്ലാണ്ട് എനിക്ക് സിറ്റുവേഷൻഷിപ്പിലൊന്നും വിശ്വാസമില്ല എന്ന് നീതുവും. എന്തോന്ന് എന്ന് അമ്മ ചോദിക്കേ. ഞാൻ ഉറപ്പായും അവനെ തന്നെ കെട്ടുള്ളൂന്ന് എന്നവൾ തീർത്തു പറയേ. എന്നാ എനിക്കതൊന്ന് കാണണം, അവൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നത് എനിക്കൊന്ന് കാണണമെന്ന് എന്ന് അമ്മയും പറയുക. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലമ്മേ, നല്ല 4 പെടപെടക്കണം, എന്താടി നോക്കുന്നേ എന്ന് ചോദിച്ച് അവർ തമ്മിൽ വീണ്ടും വഴക്കാവുമ്പോഴേക്കും നീതുവിനെ അമ്മ അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാ. 10 മിനിറ്റിലും ഈ കുടുംബത്തിലൊരു സമാധാനം കിട്ടോ,
ആശം പിടിക്കാൻ എന്ന് അഖിലിനോടായി ചോദിച്ച് അച്ഛൻ ഷർട്ടും എടുത്തിട്ട് പുറത്തോട്ടിറങ്ങി പോവുകയാണ്. അമ്മയും നീതുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അവളുടെ ബെഡിലേക്കിട്ട് ഇടക്കഴി അവിടെ എടി മൂദേവി, മുടിയാനായിട്ട് ജനിച്ചവളെ, പഠിക്കാൻ പോവുകയാണെങ്കിൽ അതിന് പൊക്കണം, പ്രേമിക്കാൻ നടന്ന കാല് ഞാൻ വെട്ടിക്കളയും കേട്ടോടി എന്ന് താക്കീതോടെ പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവിടെ ഭാസ്കരൻ ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരിക്കുമ്പോഴാണ് അഖിൽ തന്റെ ഫ്രണ്ട്സുമായി ബൈക്കിൽ അങ്ങോട്ടെത്തുന്നത്. അവരെ കണ്ട് ഇതാരാണാവോ, ആ വരവത്ര പന്തിയില്ലല്ലോ എന്ന് പിറുപുറത്ത് ആരാ എന്താ എന്ന് ഭാസ്കരൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അഖിലും വണ്ടി നിറങ്ങി വന്ന് എന്താടോ കാർന്നോരെ, വീട്ടിൽ ആളില്ലേ എന്ന് ചോദിക്കേ ഉമ്മറത്ത് പുട്ടുകുറ്റി പോലെ ഇരിക്കുന്ന എന്നെ കണ്ടിട്ടും നിനക്കാളാണെന്ന് തോന്നില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കേ കാർന്നോർക്ക് ഫോൺ പോയിട്ടില്ല എന്ന് അഖിൽ പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷും നിധിയും ഡിവോഴ്സിനായി വക്കീലിനെ സമീപിക്കുന്നതും നിധി ഡൈവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടെ തനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമെന്നും സുധീഷ് വക്കീലിനോടായി പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.